നേരും നിറവും വീഡിയോ പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് ഹിറ്റ്ലറുമായി സ്റ്റാലിൻ സന്ധി ചെയ്തു, കമ്മ്യൂണിസ്റ്റുകാരെക്കാളും ഫാസിസവുമായി സന്ധി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPMൻ്റെ RSS ബാന്ധവങ്ങളെ ചർച്ചാവിഷയമാക്കാനായിട്ട് സതീശൻ നടത്തിയ ശ്രമമാണ് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. അക്കാര്യത്തിൽ രണ്ടു കൂട്ടരും മോശമല്ല എന്ന് ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. VC-മാരുടെ മോഹൻ ഭഗവത് സന്ദർശനമായാലും കൊള്ളാം, ഓരോരോ വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് CPM നേതൃത്വത്തിലുള്ള LDF ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന RSS ബാന്ധവം തന്നെയാണ് വീണ്ടും നമ്മളിവിടെ ഇപ്പോഴും കാണുന്നത്. പിന്നെ ഈ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളാണ് കൂട്ടുകൂടിയത് ഞങ്ങളല്ല എന്നും പറഞ്ഞിട്ട് തർക്കിച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്നുണ്ടെന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും ചരിത്രപരമായ ചില വസ്തുതകൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അതിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു ആ കരാറിൻ്റെ റിബൻട്രോപ്പ് മോളൻടോവ് കരാർ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ജർമ്മനി സോവിയറ്റ് യൂണിയൻ അനാക്രമണ സന്ധി എന്നറിയപ്പെടുന്ന കരാറിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നതാണ് വിഷയം. ഈ കരാർ ഒപ്പിടുന്നത് 1939 പക്ഷെ അതിനു മുമ്പ് 1938 രണ്ട് സന്ധികളുണ്ട്. ഒന്ന് സോവിയറ്റ് യൂണിയൻ ചെക്കോസ്ലാവാക്യയുമായിട്ടുണ്ടാക്കിയൊരു സന്ധി. ചെക്കോസ്ലാവാക്യയെ ജർമ്മനി ആക്രമിക്കുകയാണെങ്കിൽ ചെക്കോസ്ലാവയുടെ പ്രതിരോധത്തിൽ സഹായിക്കാനായിട്ട് സൈനികമായിട്ട് തന്നെ സോവിയറ്റ് യൂണിയൻ ഇടപെടാൻ സന്നദ്ധമാണ് എന്നറിയിക്കുന്നതായിരുന്നു 1938 ആ ഒരു സന്ധി. 1938 തന്നെ വേറൊരു സന്ധി ഉണ്ടായി. അത് ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും തമ്മിലുള്ള സന്ധിയായിരുന്നു. അതിനാണ് മ്യൂണിച്ച് കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കരാർ അനുസരിച്ചിട്ട് ജർമ്മനിക്ക് ചെക്കോസ്ലാവാക്യയുടെ മേൽ ആക്രമണം നടത്താനും ചെക്കോസ്ലാവയുടെ സുഡറ്റൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശം കൈയടക്കാനുമായിട്ടുള്ള അംഗീകാരമായിരുന്നു അത് നൽകിയത്. ഈ കരാറിന് അനുസരിച്ച് ഈ പറയുന്ന പ്രദേശം ജർമ്മനിക്ക് വിട്ടുകൊടുക്കാനായിട്ട് ജർമ്മനിയും ഫ്രാൻസും ചെക്കോസ്ലാവേക്യൻ ഭരണാധികാരികളെ, അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ബെനയെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ഒടുവിൽ ബെനെ അതിന് കീഴ്വഴങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനൊരു കരാറിലേക്കുള്ള നീക്കം നടക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയനുമായിട്ട് ചെക്കോസ്ലാവാക്യ ഉണ്ടാക്കിയ കരാറിൻ്റെ പശ്ചാത്തലത്തിൽ ബെനെ സോവിയറ്റ് യൂണിയനെ ബന്ധപ്പെടുന്നുണ്ട്. ഇങ്ങനൊരു വിഷയം വരുന്നുണ്ട്, നിങ്ങൾ ഇടപെടാൻ സന്നദ്ധമാണോ എന്ന് അന്വേഷിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ഉടനെ തന്നെ, സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് യൂണിയൻ ഉടനെ തന്നെ അതിന് സന്നദ്ധമാണെന്ന് അറിയിക്കുകയും അതിന് വലിയൊരു സൈനിക ശക്തിയെ സമാഹരിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വളരെ വലിയൊരു സൈനിക ശക്തിയെ സമാഹരിക്കുകയും ചെയ്തു. വ്യോമസേന ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു സൈനിക ശക്തി. പക്ഷേ ആ സൈനിക ശക്തി ചെക്കോസ്ലാവാക്യയുടെ പ്രതിരോധത്തിന് അതിൻ്റെ അതിർത്തിയിലേക്ക് എത്തണമെങ്കിൽ അതിന് പോളണ്ടിലൂടെ കടന്നു പോകേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ റുമേനിയയിലൂടെ കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. ഈ രണ്ട് രാജ്യങ്ങളും അതിനുള്ള അനുവാദം കൊടുത്തില്ല. അതിന് ശ്രമിച്ചെങ്കിലും അവർ അനുവാദം കൊടുത്തില്ല. വേണമെങ്കിൽ ഫ്രാൻസിനും ബ്രിട്ടനും പോളണ്ടിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അത് നടപ്പാക്കിയെടുക്കാമായിരുന്നു. പക്ഷെ അവരതിന് താല്പര്യപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നേരെ മറിച്ച് ഹിറ്റ്ലറുമായി ഈ സന്ധി ഉണ്ടാക്കി സുഡറ്റൻലാൻഡ് പ്രദേശം ഹിറ്റ്ലറിന് കൈമാറാനായിട്ട്, ജർമ്മനിക്ക് കൈമാറാനായിട്ട് ചെക്കോസ്ലാവാക്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അവർ ചെയ്തത്. ഇതാണ് 1938 നടന്ന കാര്യം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ 1939 കരാറിൻ്റെ കാര്യം നോക്കാനായിട്ട്. കാരണം സുഡറ്റൻലാൻഡ് ജർമ്മനിക്ക് കൈമാറിയതോടുകൂടി ചെക്കോസ്ലാവാക്യയുടെ പ്രതിരോധം തവിടുപൊടിയായി. ഒരു വലിയൊരു മലനിരയാണ് ജർമ്മനിയും ചെക്കോസ്ലാവാക്യയും തമ്മിൽ വേർതിരിച്ച് നിർത്തുന്നത്. ഈ സുഡറ്റൻലാൻഡ് പ്രദേശത്ത് അവിടെ അതിശക്തമായൊരു പ്രതിരോധ നിര ചെക്കോസ്ലാവാക്യ കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അതോടുകൂടി ചെക്കോസ്ലാവാക്യ പൂർണ്ണമായിട്ടും കൈയടക്കാനായിട്ട് ജർമ്മനിക്ക് കഴിഞ്ഞു. മാത്രമല്ല ചെക്കോസ്ലാവാക്യയിൽ വികസിതമായിട്ടുള്ള വ്യാവസായിക അടിത്തറയുടെ പിൻബലത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും ഹിറ്റ്ലറിന് ജർമ്മനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ ശക്തിയൊക്കെ സമാഹരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ഒരു
ആക്രമണത്തിലേക്ക്, സോവിയറ്റ് റഷ്യക്കെതിരെയുള്ള ഒരു ആക്രമണത്തിലേക്ക് നയിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ ജർമ്മനിയുമായിട്ടൊരു സന്ധി ഉണ്ടാക്കാനായിട്ട് സോവിയറ്റ് യൂണിയൻ സന്നദ്ധമാകുന്നത്. അതാണ് റിബൻട്രോപ്പ് മോളോട്ടോവ് എന്ന് പറയുന്ന കരാർ, അനാക്രമണ കരാർ. അപ്പോൾ ഈ അനാക്രമണ കരാറിൻ്റെ തന്നെ ഭാഗമായി പോളണ്ടിനെ ഈ രണ്ട് രാജ്യങ്ങളും വിഭജിച്ചെടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഹിറ്റ്ലർ ജർമ്മൻ കൈയടക്കുന്നുണ്ട്, മറുഭാഗം സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാക്കി മാറ്റിയ ഭാഗം എന്ന് പറയുന്നത് 1919 മുതൽ 1923 വരെ, അതായത് റഷ്യൻ വിപ്ലവത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പോളണ്ട് കൈയടക്കിയ പ്രദേശങ്ങളാണ്. അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും ഉക്രൈനിയൻകാരും ബെലോറഷ്യൻകാരും ലിത്വേനിയക്കാരുമാണ്, അതായത് സോവിയറ്റ് യൂണിയനിലെ റിപ്പബ്ലിക്കുകളിലെ ജനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് ഈ പറയുന്ന പ്രദേശങ്ങളിലെ ഉക്രൈനിൻ്റെയും അതുപോലെ തന്നെ ബെലോറഷ്യയുടെയും ലിത്വേനിയയുടെയും ഭാഗമായ പ്രദേശങ്ങൾ, അവിടെയുള്ള ജനങ്ങളാണ് തിരിച്ച് സോവിയറ്റ് യൂണിയൻ്റെ ഈ കൈയടക്കലിലൂടെ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. വളരെ ചെറിയ ശതമാനം മാത്രമാണ് പോളിഷ് ജനങ്ങൾ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് എന്തിനാണ് അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗം കൈയടക്കിയെന്ന് പറയുമ്പോൾ തന്നെ ആ രാജ്യം മുമ്പ് കൈയടക്കിയ ഒരു ഭാഗമാണത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല 38-നും 39-നും ഇടയിൽ ജർമ്മനി ചെക്കോസ്ലാവാക്യയെ വിഴുങ്ങിയ സമയത്ത് തന്നെ പോളണ്ട് ചെക്കോസ്ലാവാക്യയുടെ മറ്റൊരു ഭാഗം കൈയടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ പോളണ്ടിൻ്റെ ഒരു ഭാഗം സോവിയറ്റ് യൂണിയൻ കൈയടക്കി എന്ന് പറയുന്നതിനെ മനസ്സിലാക്കാനായിട്ട്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കാരണം ജർമ്മനിയുടെ ആക്രമണം വരാൻ പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള അതിർത്തി പരമാവധി പടിഞ്ഞാട്ട് വികസിപ്പിക്കുക എന്നുള്ളത് തന്ത്രപരമായൊരു ആവശ്യം തന്നെയായിരുന്നു. അതേസമയം തന്നെ ഈ അനാക്രമണ സന്ധി അധികം കാലം നിലനിൽക്കില്ല. ഫാസിസ്റ്റ് ജർമ്മനിയുടെ സ്വഭാവം കൊണ്ട് തന്നെ അത് വലിയ താമസമില്ലാതെ സോവിയറ്റ് റഷ്യക്കെതിരെ ആക്രമണം നടത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ്റെ ഈ പടിഞ്ഞാറൻ ഭാഗത്തുള്ള വ്യവസായങ്ങൾ, ഫാക്ടറികൾ, അതുപോലെ തന്നെ മറ്റു പല സംവിധാനങ്ങളും അങ്ങനെ തന്നെ കൂട്ടത്തോടെ സോവിയറ്റ് യൂണിയൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ, ഉൾനാടുകളിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഗറില്ല സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു. അങ്ങനെ വരാൻ പോകുന്ന ആക്രമണത്തിലുള്ള തയ്യാറെടുപ്പായിരുന്നു. അല്ലാതെ ഫാസിസവുമായിട്ട് ഒത്തുപോകാം, നമുക്കൊരു പ്രശ്നമില്ല, അവരെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കതൊന്നും അറിയണ്ട എന്നുള്ള മട്ടിലായിരുന്നില്ല സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് യൂണിയൻ പ്രവർത്തിച്ചിരുന്നു. ഇനി സതീശൻ്റെ സംഭവത്തിന് ഏറ്റുപിടിച്ചുകൊണ്ട് മാധ്യമത്തിൻ്റെ മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഒരു ചർച്ച നടക്കുകയുണ്ടായിട്ടുണ്ട്. വളരെ നിഷ്പക്ഷമായിട്ട് എല്ലാ വശങ്ങളും ന്യായമായി കണ്ടുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കണമെന്നൊക്കെ ഭാവിച്ചുകൊണ്ട് ചില പച്ചക്കള്ളങ്ങൾ അതിൽ പറയുന്നുണ്ടായിരുന്നു. അതിലൊന്ന്, ജൂതക്കൂട്ടക്കൊല നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഹിറ്റ്ലർ ഫാസിസവുമായിട്ട് സോവിയറ്റ് യൂണിയൻ സന്ധി ഉണ്ടാക്കിയത് എന്നാണ് വലിയൊരു കാര്യമായിട്ട് എടുത്ത് കാണിച്ചത്. അത് നുണയാണ്. കാരണം ജൂതക്കൂട്ടക്കൊല ആരംഭിക്കുന്നത് 1941-ലാണ്, 1941. അതിനു മുമ്പ് ജൂതരെ ആക്രമിച്ചിട്ടുണ്ട്, തർക്കമില്ല. ജർമ്മനിയിൽ അവർ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടം വരെയും പൊതുവിൽ നാസി ജർമ്മനി ജൂതന്മാരുടെ വിഷയത്തിലെടുത്തിരുന്ന സമീപനം അവരെ നാടുകടത്തുക എന്നുള്ളതായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ അടച്ചിരുന്നുവെങ്കിലും അങ്ങനെ കൂട്ടക്കൊല നടന്നിട്ടില്ല. അവർ വീടുകൾ തകർക്കുക ഉൾപ്പെടെയുള്ള പല ആക്രമണങ്ങളും നടന്നിട്ടുണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ കൂട്ടക്കൊല 1941 ശേഷമാണ് തുടങ്ങുന്നത്. അതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നാസി ജർമ്മനി എത്തുന്നതിന് മുമ്പ് തന്നെ അത് സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേഷൻ ബർബോസ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയനെതിരെയുള്ള ആക്രമണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ നിഷ്പക്ഷമായി വസ്തുതകൾ മാത്രമാണ് അവതരിപ്പിക്കുന്നതെന്ന് ഭാവിച്ചുകൊണ്ട് മീഡിയ വണ്ണ് പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. കാരണം ഒട്ടും തന്നെ സത്യസന്ധമല്ലാത്ത മാധ്യമ പ്രവർത്തനത്തിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് പിന്നീട് ചിലർ ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് ഏതോ വളരെ വിചിത്രമായൊരു സംഭവമാണ്. ഏതോ ഒരു നിധീരി എന്ന് പറയുന്നൊരു ചങ്ങാതി എഴുതി വെച്ചു എന്ന് പറയുന്ന കാര്യമാണ്. അതായത് സോവിയറ്റ് യൂണിയനും സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഹിറ്റ്ലറുമാക്കി ഉണ്ടാക്കിയ സന്ധി പ്രകാരം ബാക്കു അതുപോലെ ബാത്തൂമി ഈ പ്രദേശങ്ങൾ സോവിയറ്റ് കേന്ദ്രങ്ങളായിട്ട് അംഗീകരിക്കണം, ഫിൻലാൻഡിൽ നിന്ന് ജർമ്മനി പിൻവാങ്ങണം, ഇങ്ങനെ ചില ഉപാധികളാണ് സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വെച്ചെന്നാണ് പറയുന്നത്.
ജർമ്മനി ഒരു കാലത്തും അങ്ങനെ ഫിൻലൻഡിനെ കൈയടക്കി വെച്ചൊരു അവസരം ഉണ്ടായിട്ടില്ല. ഫിന്നിഷ് ഭരണകൂടത്തിന് ഭരണവർഗ്ഗങ്ങളെ സോവിയറ്റ് യൂണിയനെതിരെയുള്ള യുദ്ധത്തിലും മറ്റും സഹായിക്കാനായിട്ട് ജർമ്മൻ സൈന്യങ്ങൾ അങ്ങോട്ട് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാലത്തും ഫിൻലൻഡിനെ ജർമ്മനി കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്, ബാക്കു എന്ന് പറയുന്ന അസർബൈജാൻ്റെ തലസ്ഥാനമാണ്. ബത്തൂമി എന്ന് പറയുന്നത് ജോർജിയയിലെ പ്രധാനപ്പെട്ടൊരു നഗരമാണ്. ജോർജിയയും അസർബൈജാനും അന്ന് സോവിയറ്റ് റിപ്പബ്ലിക്കുകളാണ്, സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായ ഈ പ്രദേശങ്ങൾ സോവിയറ്റ് കേന്ദ്രങ്ങളായി അംഗീകരിക്കണം എന്ന് ഹിറ്റ്ലറിനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ സോവിയറ്റ് യൂണിയന്? അപ്പോൾ അസംബന്ധം എഴുതി വച്ചിട്ട് അതിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്ര വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ശ്രമം. വേറൊന്നും വേണ്ട, വലിയ പുസ്തകങ്ങളൊന്നും ആരും വായിക്കണ്ട. ചുരുങ്ങിയ പക്ഷം വിക്കിപീഡിയ പോയി തപ്പിയാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരോധം വച്ച് അലക്കുക എന്നുള്ള ഏക താല്പര്യത്തോടുള്ളൊരു നീക്കമാണ് നമ്മളിതിലെല്ലാം കാണുന്നത്. അതേപോലെ തന്നെയാണ് ഈ സ്റ്റാലിൻ്റെ കൂട്ടക്കൊലകളെക്കുറിച്ചും ക്രൂരതകളെക്കുറിച്ചുള്ള ക്രൂഷ്ചേവിൻ്റെ പ്രസംഗത്തിന് ഉദ്ധരിച്ചിട്ടുള്ള പോസ്റ്റുകൾ. അപ്പോൾ സോവിയറ്റ് ഭരണഘടന അംഗീകരിക്കുന്ന കാലത്ത് പാർട്ടിക്കുള്ളിൽ രഹസ്യ ബാലറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വേണമെന്ന് സ്റ്റാലിന് ഒരു നിർദ്ദേശം വച്ചിരുന്നു സോവിയറ്റ് പാർട്ടിയുടെ കേന്ദ്രസമിതിയിൽ. അതിനെ എതിർത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ പ്രമുഖനായിരുന്നു ഈ പറയുന്ന ക്രൂഷ്ചേവ്. ആ എതിർപ്പിൻ്റെ ഭാഗമായിട്ട് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് സ്റ്റാലിൻ്റെ അന്നത്തെ ഒരു നിർദ്ദേശം സ്വീകരിക്കപ്പെടാതിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ പിന്നീട് സ്റ്റാലിനെ ആക്രമിക്കുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകളുണ്ടായിട്ടില്ല എന്നുള്ളതല്ല, തീർച്ചയായിട്ടും തെറ്റുകളുണ്ടായിട്ടുണ്ട്. മാവോ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങൾക്കിടയിലെ വൈരുദ്ധ്യങ്ങളും ജനങ്ങളും ശത്രുക്കളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും കൃത്യമായിട്ട് വേർതിരിച്ച് കാണുന്നതിൽ സ്റ്റാലിന് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തിക നയങ്ങളിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ പറയുന്നതും സത്യവും തമ്മിൽ വളരെ അകലമുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇതാണ് ഒരു വിഷയം. സതീശൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരോധം കോൺഗ്രസ്സുകാരെക്കാലവും വച്ച് പാലിച്ചു പോന്നിട്ടുള്ളൊരു കാര്യമാണത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ നോക്കുക. അത് CPM കമ്മ്യൂണിസത്തിൽ നിന്ന് അകന്നിട്ട് കാലം കുറേ ആയെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരോധം എന്തിനാണ് സതീശൻ വിളമ്പുന്നത്? കൃത്യമായിട്ട് മറ്റൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണത്. കാരണം സ്വന്തം ഭരണവർഗ സേവയെ അതിൻ്റെ പ്രതിനിധിയാണ് ഞങ്ങൾ എന്നത് മറച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആ ഭരണവർഗ സേവയുടെ ചില ലക്ഷണങ്ങൾ നമുക്ക് വളരെ പ്രകടമായിട്ട് പിന്നെ കാണാനും കഴിയും. ഒന്ന്, UAPA നയം. കോടതികൾ UAPA പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ റദ്ദാക്കിയ കേസുകൾ അപ്പീൽ പോകാനായിട്ടാണ് ഇപ്പോൾ ഈ സതീശൻ്റെ കേരള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ. ഇത് തന്നെയായിരുന്നു CPM ചെയ്തത്. വലിയ ഒച്ചപ്പാടും ബഹളവും ബഹുജന അഭിപ്രായ രൂപീകരണമൊക്കെ ഉണ്ടായ ശേഷം മാത്രമാണ് അതിൽ നിന്ന് അവർ പിൻവാങ്ങിയത്. അപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് ഒരു വശത്ത് പ്രസംഗിക്കുകയും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടില്ല. കേന്ദ്രതലത്തിൽ രാഹുൽ ഗാന്ധി മറ്റൊക്കെ വളരെ കാര്യമായിട്ട് UAPA വിരുദ്ധ പ്രസംഗമൊക്കെ നടത്തി പോകാറുണ്ട്. അപ്പോൾ അതവിടെ അങ്ങനെ. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ടും പ്രതിഷേധത്തിൻ്റെ എതിർപ്പിൻ്റെ ശബ്ദങ്ങളെ അടിച്ചമർത്താനായിട്ട് UAPA പ്രയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ സർഫാസി വിരുദ്ധ ജപ്തി വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ അറസ്റ്റ് ചെയ്തതിൽ നമുക്കത് കാണാൻ പറ്റും. ഇനി ഭരണവർഗ സേവയുടെ മറ്റൊരു തലം നോക്കിയാലോ, അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ധവളപത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ CPMൻ്റെ LDFൻ്റെ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഘടുകാര്യസ്ഥത അങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. കുറേ വസ്തുതകളുണ്ട്, കുറേ അസത്യമുണ്ട്, കൂട്ടി ചേർക്കലൊക്കെ ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുക തുടർച്ചയാണ്, നയപരമായ തുടർച്ച. CPMൻ്റെ കാലത്ത് LDFൻ്റെ കാലത്ത് ജ്ഞാനസമ്പദ്ഘടന എന്നും പറഞ്ഞിട്ടുള്ള പേരിലാണ് അവർ പുതിയ സാമ്രാജ്യത്വ സേവയെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്താണ് ഈ ജ്ഞാനസമ്പദ്ഘടന? കൃത്രിമ ബുദ്ധി, അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്ററുകൾ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഇതിനെയൊക്കെ തന്നെ ആശ്രയിച്ചുകൊണ്ടുള്ളൊരു സമ്പദ്ഘടനയാണ് ഇനി വികസിപ്പിക്കേണ്ടത്. വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ കുത്തകകൾക്ക് അതിന് ആവശ്യമായിട്ടുള്ള പണി ചെയ്തു കൊടുക്കാനായിട്ട് നമ്മളുടെ ഇവിടുത്തെ IT പ്രമുഖരായിട്ടുള്ള വിപ്രോ ആയാലും കൊള്ളാം, അതുപോലെ തന്നെ മറ്റേ ഇൻഫോസിസ് ആയാലും കൊള്ളാം, TCS ആയാലൊക്കെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പണി. സ്വന്തമായിട്ട് എന്തെങ്കിലും വികസിപ്പിക്കലല്ല, സ്വന്തം കാലിൽ നിൽക്കലല്ല, നേരെ മറിച്ച് അവരെ സേവിക്കുക എന്നുള്ളത്. ഇപ്പോൾ അദാനി തുറമുഖത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാം. ഇപ്പോൾ LDF ഈ പറയുന്ന CPM ഈ പറയുന്ന ധവളപത്രത്തിന് സ്വകാര്യവൽക്കരണത്തിന് വാതിൽ തുറന്നു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ അദാനിയുടെ വിഴിഞ്ഞം തുറമുഖം എന്താ പൊതുമേഖലയാണോ?
ആരാണ് അതിന് വഴിവെച്ച് കൊടുത്തത്? അതിനുവേണ്ടി അവിടെയുള്ള ജനങ്ങളുടെ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തിയതാരാണ്? അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും LDFൻ്റെ കാലഘട്ടത്തിൽ നടത്തിയിരുന്ന അടിസ്ഥാന നയങ്ങളെ, കേരളത്തിൻ്റെ സാമ്രാജ്യത്വ വിധേയത്വത്തിനെ നിലനിർത്തുന്ന കേന്ദ്ര ഭരണവർഗത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നയങ്ങൾ ആവിഷ്കരിക്കുന്ന അതേ പദ്ധതി തന്നെയാണ് ഈ പറയുന്ന പുതിയ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർഭരണമാണ് പ്രശ്നം, പുതിയൊരു ഇത് വന്നെങ്കിൽ മാത്രമേ ഒരു രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെട്ട് കുറേ സാമൂഹ്യ പ്രവർത്തകരും ബുദ്ധിജീവികളൊക്കെ തന്നെ ഇറങ്ങിത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരിപ്പോൾ പോയിട്ട് സതീശനെ കണ്ട് കുറേ നിർദ്ദേശങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. പ്രയോഗത്തിൽ നമ്മൾ കാണുന്ന ഇതാണ്. ഇനിയെങ്കിലും അത് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത്രയും വേഗം നമുക്ക് ജനകീയമായിട്ടുള്ള ഇതിനൊക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭം, ശക്തമായിട്ടുള്ള അണിനിരത്തലുകൾ നടത്താനായിട്ടുള്ള അവസരമായിട്ടത് മാറും എന്നാണ് പറയാൻ പറ്റുക. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ. അഭിവാദ്യങ്ങൾ.